ടെഡീൻ്റെ ഇറേസർ, പിന്നെ ഈ ഒരു ഡോണറ്റിൻ്റെ ഇറേസർ ഉണ്ട്. പിന്നെ നോർമലായിട്ട് ലോക്കൽ സ്റ്റോറിൽ കിട്ടുന്ന നിയോൺ ഇറേസർ, പിന്നെ എല്ലാവരെയും ഉണ്ടാവാനുള്ള ചാൻസുള്ള ടയറിൻ്റെ ഇറേസർ. പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ഇറേസേഴ്സൊന്നുമില്ല, അതൊക്കെയാണ് ഉള്ളത്. പിന്നെ വന്നിട്ട് നമുക്ക് മിനി നോട്ട്ബുക്കിൻ്റെ കളക്ഷനിലേക്ക് പോകാം. ഇത്രയാണ് എൻ്റെ മിനി നോട്ട്ബുക്കിൻ്റെ കളക്ഷൻ ഉള്ളത്. ഇതൊരു ചോക്ലേറ്റിൻ്റെ ബുക്കാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊരു വീട്ടിൽ ഭയങ്കര ട്രെൻഡായിട്ടുള്ള സാധനമാണ്. ഇത് പിന്നെ നമ്മുടെ കാർണിവലിൽ പോയപ്പോൾ മേടിച്ച ക്യാപിബാറേൻ്റെ വാട്ടർ ബുക്ക്. പിന്നെ സാൻഡ്രിയോടെ സെയിം വാട്ടർ ബുക്ക് ഉണ്ട്. ഈ ഒരു റിംഗ് നോട്ട് ബുക്ക്, പിന്നെ ഈ ഒരു ലബൂബുവിൻ്റെ പെന്നും അറ്റാച്ച് ആയിട്ടുള്ള ഈ ഒരു നോട്ട് ബുക്ക്. ഇതാണ് എൻ്റെ മിനി നോട്ട് ബുക്ക് കളക്ഷൻ. ഗൈസ്, ഇതാണ് എൻ്റെ പെൻ കളക്ഷൻ എന്ന് പറയുന്നത്. സോ എൻ്റെ മിനി നോട്ട് ബുക്ക്, ഇറേസർ, പെൻസിൽ കളക്ഷനൊക്കെ അതോടൊക്കെ തീർന്നു. ഇതാണ് എൻ്റെ പെൻ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പെൻ കളക്ഷനിൽ വന്നിട്ട് ഈ ഒരു ഇങ്ക് പെന്നിൻ്റെ സാധനമുണ്ട്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ഇത് ഞാനൊക്കെ ലുലുമാളിന്നാണ് മേടിച്ചിട്ടുള്ളത്, ഒരു ഇങ്ക് പെന്നിൻ്റെ സാധനം. ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടട്ടോ. എന്തായാലും ഈ ഒരു ഇങ്ക് പെന്നിൻ്റെ സാധനം 8 പാക്കാണ് വരുന്നത്. ഇങ്ക് സോഫ്റ്റ് ഇങ്കാണ്. ഞാൻ അവിടെ ട്രൈ ചെയ്യാനായിട്ടൊരു പെന്ന് വരെ ഈ ബ്രാൻഡിൻ്റെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മൂത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഇങ്ക് പെന്നിൻ്റെ സാധനമുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ക്യാൻഡി പെന്നിൻ്റെ 2 പാക്കാണ്. ഒന്നിന് 25 റുപ്പീസായിട്ട് വരുന്നത്. ഭയങ്കര എസ്തെറ്റിക്കുമാണ്, അതേസമയം ഭയങ്കര അഫോർഡബിളുമാണ്, അതേസമയം തന്നെ നല്ലോണം എഴുതാനും പറ്റുന്നുണ്ട്. ഈ ഒരു എസ്തെറ്റിക്കായിട്ടുള്ള 5 പീസാണ് ഒന്നിൽ വരുന്നത്. ഒരു എസ്തെറ്റിക് പെന്ന് 25 റുപ്പീസാണ്. ഇങ്ങനത്തെ 2 പാക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് ഡോംസിൻ്റെ ക്യാൻഡി പെന്നാണ്. ഞാനങ്ങനെ എല്ലാ ഇവിടുത്തെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലോക്കൽ സ്റ്റോറിലൊന്നും കിട്ടാറില്ല. അപ്പോൾ മാളിൽ പോയപ്പം കണ്ടപ്പം ഒന്ന് മേടിച്ചതാണ് ആ 2 പെന്ന്. പിന്നെ അതിൻ്റെ സ്ക്രൂം പെന്ന് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷത്തിലുള്ളതാണ്. എല്ലാത്തിലും ഇങ്കും ഉണ്ട്. പുതിയത് ഞാൻ എടുക്കാതെ വെച്ചതാണ്. അപ്പം ആ 2 സെറ്റ് പെന്ന് ഞാനൊന്ന് മുൻകൂട്ടി മേടിച്ചതാണ്. പിന്നെയും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കോഫി പെന്നുണ്ട്, അതുപോലെ ഇത് ഒരു സ്പേസിൻ്റെ പെന്നുണ്ട്, മെക്കാനിക്കൽ പെൻസിലുണ്ട്, ഈ ഒരു പെന്നുണ്ട്, അതുപോലെയുള്ള കുറേ പെന്നുണ്ട് കേട്ടോ. എന്താ ഇതൊരു ഇങ്ക്സ് ക്ലിക്ക്, ഈ ഒരു ക്ലിക്ക് പെന്ന് അതുണ്ട്. പേസ്റ്റൽ കളറിലുള്ള ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ ഇറേസബിൾ ജെൽ പെന്നുണ്ട്. ഇതിൽ കുറേ ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കൊണ്ടുവരണം. കണ്ടോ, ഇത്രയും ഇറേസബിൾ ജെൽ പെൻസാണ് എൻ്റെ അടുത്തുള്ളത്. കണ്ടോ, ഇറേസബിൾ ജെൽ പെൻസ്. പിന്നെ ഇത് ഒരു ഇറേസബിൾ ജെൽ പെനാണ്, പക്ഷേ അത് എന്തോ കറയായിപ്പോയി ഗൈസ്. ഗ്ലൂ ഒട്ടിപ്പിടിച്ചിട്ട് കറയായിപ്പോയി. പക്ഷെ എഴുതാൻ എപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെയുള്ള എത്രയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു വീഡിയോയിൽ അത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റൂല, കാരണം അത്രയും ഉണ്ട് ഇതിനകത്ത് പെൻസ്. ഇനി നമുക്കിൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് കാണാം. ഞാനിപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ റാൻഡംലി പാക്കറ്റിൽ വരുന്നത് ഇതുപോലുള്ളതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഞാൻ ചെറുപ്പം മുതലേ കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഇതിനും കൂടുതലുണ്ടാവും ഗൈസ്. ഇത് എനിക്ക് ഗിഫ്റ്റ് എന്നതാണ്, അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് എന്നതാണ്. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. ഇത് സ്ക്വിഷി പോലുള്ള സാധനമാണ് കേട്ടോ. അത് ഭയങ്കര ബമ്പായി നിൽക്കുന്നൊരു സംഭവം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇതൊരു ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മൾ കാണിച്ച കാർണിവലിൽ പോയപ്പോൾ മേടിച്ച വാക്സിൻ്റെ സ്റ്റിക്കർ. പിന്നെ ഇതും എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് എന്നാണ്. ഇത് മര്യാദയ്ക്ക് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര അഡ്മയറിങ്സ് ഒക്കെ വരുന്നതാണ്. ലൈക്ക് ക്യൂട്ട് ഗേൾ, സ്വീറ്റ് ആയിട്ടുള്ളതാണ്. സ്വീറ്റ് ഗേൾ, ക്യൂട്ട് ഗേൾ, സ്വീറ്റ് ഗേൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ ഹാൻഡ് റൈറ്റിങ് വരുന്ന ഹേർട്സാണ്. ലവ് സ്വീറ്റ് ആയിട്ടാണ് വരുന്നത്. ലവ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ നമ്മുടെ കാർണിവലിൻ്റെ തന്നെ ഈ ഒരു ക്യാപിബാറേൻ്റെ സാധനം അതുണ്ട്. ആൻഡ് ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ബൈ ഇത് നമ്മുടെ കളക്ഷന് കാണിക്കുന്നതിൻ്റെ പാർട്ട് 2 ആണ്.
അതെന്നാലും വീഡിയോന് ഫസ്റ്റ് തന്നെ പറയണമായിരുന്നു, പക്ഷെ അത് പറയാനായിട്ട് മറന്നുപോയി ഗൈസ്, സോറി. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷന്. കവായ് സ്റ്റിക്കറിൻ്റെ ഷീറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എവിടെയും എടുത്ത് വെച്ചിട്ടുണ്ട്. കവായ് സ്റ്റിക്കറും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറേ ഉണ്ടാവുമായിരുന്നു കേട്ടോ. കവായ് സ്റ്റിക്കർ ഞാൻ പൊട്ടിക്കാത്തൊരു ബാഗ് ഉണ്ട് എൻ്റെ അടുത്ത്, അത് എവിടെയോ ഒന്നാണ്, ഇവിടെ ഇല്ല, ഏതിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കറൻ്റ് ഇന്ത്യയിലുള്ളത്, പാക്കറ്റിൽ വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് എൻ്റെ ജേണൽ ബുക്ക് ആണ്. ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ പോലെ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഇത് HQൻ്റെ ഒരു റിംഗ് നോട്ട് ബുക്കാണ്, 300 പേജസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് 120 റുപ്പീസ്. നമുക്കതെന്തായാലും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പം തന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ജേണൽ. ഇത് ഞാൻ കവർ സ്റ്റിക്കറൊക്കെ വെച്ച് വാഷിയിട്ട്. അപ്പോൾ എൻ്റെ വേറെ ഞാൻ പുതിയത് മേടിക്കുന്നത് കുറേ കഴിഞ്ഞാണ്, അതുകൊണ്ട് തന്നെ മെജോറിറ്റിലി കുറേ ജേണൽ ഈ ഒരൊറ്റ വാഷി ടാപ്പ് വെച്ചിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു ജേണലുണ്ട്, ഈ ഒരു വിച്ചിൻ്റെ ജേണലുണ്ട്. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, പെർഫെക്ഷനിൽ കാര്യമില്ല. ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ല, ഭയങ്കര പിങ്ക് കളറിലായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പിന്നെയും കുറേ എഴുതി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കുറേ ജേണൽ ചെയ്യും, കാരണം ഇത് മിനി നോട്ട് ബുക്ക് അല്ലേ. അതുകൊണ്ട് സ്റ്റിക്കേഴ്സ് ഒരു ഷീറ്റ് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ കുറേ ഇരുന്ന് ചെയ്യും. പിന്നെ ഈ ഒരു ജേണലുണ്ട്. ഈ ഒരു തീമിലുള്ളതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ മറ്റേ ഇത് വെച്ചിട്ട് ചെയ്തതാണ്. ഇതൊന്നും വലിയ വാഷി ടാപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതും ഒരു ടൈപ്പ് സ്റ്റിക്കറാണ്, ഇതും വേറൊരു ടൈപ്പ് സ്റ്റിക്കറാണ്. സിനിമ റോളും. പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഈ ഇതിൻ്റെത്, പക്ഷെ ഇത് സിനിമ റോളാണെന്ന് അറിയാം. കൗവിൻ്റെ തീമിലുള്ളത്. ബ്ലാക്ക് വാഷി ടാപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് പിങ്ക് എടുത്തത്. പിന്നെ ഈ ഒരു ഇതിലൊക്കെ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ള. ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ജേണലാണ്, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ചെയ്തതാണ്. സ്പോർട്സിൻ്റെ ഇത് എനിക്ക് ഇഷ്ടമായില്ല, കാരണം കളർ തീം തീരെ ഒക്കുന്നില്ല. സിനിമ റോളുള്ളത് ഇത് ഞാൻ വെറുതെ അങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒട്ടിച്ചതാണ്. ബോറടിച്ചപ്പം ഇരുന്ന് ചെയ്തതാണ്, വലിയ സപ്ലൈസസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബോറടിച്ചപ്പോൾ വെറുതെ ഇരുന്ന് അങ്ങ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഇത് ഷോപ്പിങ്ങിന് പോകുന്നൊരു കൊച്ചാണ്, അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്ന അതേ ദിവസം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ജേണലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, കാരണം വൈറ്റ് പേപ്പർ വെച്ചിട്ട് എല്ലാ ഗേൾസിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ജേണലാണ്. പിന്നെ വന്നിട്ട് ഇത് ജേണലല്ല, ഇത് പാർട്ടീഷൻ പോലുള്ള സാധനമാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതിന് മുകളിൽ ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ പാർട്ട് 2 ഓഫ് ജേണൽ ഇവിടെ തുടങ്ങുകയാണ്. ഇത് എൻ്റെ ഫസ്റ്റത്തെ ജേണൽ, സപ്ലൈസസ് ഒന്നും ഇല്ലാണ്ട് ഒരു വെറുതെ ഇത്തിരി സ്റ്റിക്കറും ഒരു വൈറ്റ് പേപ്പറും വെച്ച് മാത്രം ചെയ്തതാണ്. ഇവിടെ മുതൽ നമ്മുടെ വാഷി ടാപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. നല്ലോണം ഞാൻ വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ജേണലാണ്, നല്ല രസമായിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് ജേണൽ. പിന്നെ ഇത് ഇത്തിരി കോളായിട്ടുണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല, രസമുണ്ട്. ഇത് വെറും സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ മാത്രമാണ്. ഇത് ഞാൻ 2 പേജുമായിട്ട് നല്ല രസത്തിൽ കൊളാബ് ചെയ്ത് കൊളാഷ് പോലെ ചെയ്തതാണ്. ഇതും രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് കാണാൻ എനിക്ക് ഇഷ്ടമായി. ഇനി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ജേണൽ വരും. പിന്നെ വന്നിട്ട് സ്പോർട്സിൻ്റെ ഒരു കൊളാഷ് പോലുള്ള ജേണലാണ് കണ്ടോ. പിന്നെ വന്നിട്ട് വീണ്ടും ഒരു സ്പോർട്സിൻ്റെ തന്നെ. സ്പോർട്സിൻ്റെ കഴിഞ്ഞോ? സ്പോർട്സിൻ്റെത് കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടി ഉണ്ട്, ഈ ഒരു പിങ്ക് തീമിലുള്ള. പിന്നെ ഇതുണ്ട്. നമ്മുടെ ജേണൽ ഏകദേശം കഴിയാനായി. ഇതുണ്ട്. ഇത് എനിക്ക് എൻ്റെ ചെറിയൊരു സാധനമാണ്, അത് ഞാൻ ആർക്കും കാണിക്കുന്നില്ല, കാരണം അതെൻ്റെ ഒരു പേഴ്സണൽ സാധനമാണ്. ഞാനത് എനിക്ക് എഴുതി വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസുകളാണ് നമ്മുടെ ജേണലിലുള്ളത്. ആൻഡ് ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് നെക്സ്റ്റ് വീഡിയോ മൈറ്റ് ബി ഈ ഒരു സാധനത്തിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോ ഒക്കെ ആയിട്ട് പ്ലീസ് ഫോളോ മൈ ചാനൽ. സോ ബൈ ഗൈസ്.